മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതും നാം അറിയേണ്ടതുമായ കാര്യം ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരു ജാതിയുടെയോ ഹല്ലേലൂയ ഒരു ഗോത്രത്തിൻ്റെയോ ഒരു മതത്തിനകത്തോ നിൽക്കുകയും പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗോത്ര ദൈവമല്ല. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് മാനവരാശിയുടെ മനുഷ്യൻ്റെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒന്നും ഹല്ലേലൂയ താൻ മാനിക്കാതെ, ഹല്ലേലൂയ താൻ പ്രതികരിക്കാതെ, താൻ പ്രതിഫലം തരാതെ ഹല്ലേലൂയ ഒരുവനെയും താൻ മടക്കി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. അതാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഹല്ലേലൂയ കർത്താവിൻ്റെ ചരിത്രം ഹല്ലേലൂയ നാം വേദപുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് ഹല്ലേലൂയ ഏത് മതത്തിനകത്തായിക്കോട്ടെ, ഹല്ലേലൂയ ഏത് സംസ്കാരത്തിനകത്തായിക്കോട്ടെ, ഹല്ലേലൂയ ഏത് ജാതിക്കകത്തായി നിന്നോട്ടെ, അവിടെ ഒക്കെയും ഹല്ലേലൂയ നമ്മുടേതായിട്ടുണ്ടായിരിക്കുന്ന വിശ്വാസങ്ങളുണ്ട്, നമ്മുടേതായിട്ടുണ്ടായിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ ഇതെല്ലാം ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നിലനിൽക്കെ തന്നെ ഹല്ലേലൂയ പലപ്പോഴും ആ ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഹല്ലേലൂയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്ന ആ ഒരു കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലൊക്കെ ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ദൈവത്തെ ഹല്ലേലൂയ ബന്ധപ്പെടാറുണ്ട്. ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഭക്തിയുടെ മാർഗത്തിനകത്തല്ല, ഹല്ലേലൂയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിനല്ല, ഹല്ലേലൂയ ഒരു വഴിപാടിൻ്റെ അടിസ്ഥാനത്തിനകത്തല്ല, ഹല്ലേലൂയ ഒരു സംഘടനയുടെ ഒരു ഗോത്രത്തിൻ്റെയോ ഹല്ലേലൂയ കീഴ്വഴക്കത്തിനനുസരിച്ചല്ല ഹല്ലേലൂയ ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഹല്ലേലൂയ അവിടെ പ്രവൃത്തികളില്ല, നിയമങ്ങളില്ല. ഹല്ലേലൂയ അവിടെ വിശ്വാസം മാത്രമാണ്. ഹല്ലേലൂയ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ പിതാവെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യനും ദൈവവും തമ്മിൽ ഹല്ലേലൂയ ഒരു ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ദൈവം ദൈവമായിരിക്കെ ഹല്ലേലൂയ മനുഷ്യനെ കാണുന്നതും ഹല്ലേലൂയ മനുഷ്യനെ അറിയുന്നതും ഹല്ലേലൂയ ഇവൻ എൻ്റെ ഭക്തൻ എന്നുള്ള നിലവാരത്തിലാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ഹല്ലേലൂയ നിങ്ങൾ എൻ്റെ ഭക്തനല്ല, ഹല്ലേലൂയ നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരന്മാരാണ്. ഹല്ലേലൂയ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവ് മനുഷ്യരെ ഹല്ലേലൂയ സ്നേഹിക്കുകയും ഹല്ലേലൂയ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഹല്ലേലൂയ തനിക്ക് വേണ്ടി തൻ്റെ കരം നീട്ടുകയും ഒക്കെ ചെയ്തത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ നാം തിരിച്ചറിയേണ്ടത് ഹല്ലേലൂയ ഒരു മാർഗമെന്ന് പറയുന്നത് ഹല്ലേലൂയ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ ഏത് വഴിക്കകത്താണ്, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്, എവിടേക്കാണ് ഞാൻ തിരിയേണ്ടത്, ഹല്ലേലൂയ എവിടേക്കാണ് ഞാൻ നിൽക്കേണ്ടത്, ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ ഈ പ്രാർത്ഥനാ വേളയിൽ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാം ഹല്ലേലൂയ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഒരു ഭക്തിയുടെ അടിസ്ഥാനത്തിനോ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിനോ അതോ അല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ വരുന്നത്. ഹല്ലേലൂയ അവിടെ നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ വിശ്വാസമാണ്.
ആമേൻ. എത്ര പേർക്ക് ഈ വചനത്തോട് നിങ്ങൾക്കത് ആമേൻ പറയാൻ പറ്റുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഹല്ലേലൂയ എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഭക്തിയുമായിട്ട് നമ്മൾ ഉപവസിക്കുന്ന ആ മൂർത്തിയുടെ പേരെടുത്ത് ഹല്ലേലൂയ നമ്മൾ വിളിക്കുന്ന ഹല്ലേലൂയ ആ ദേവൻ്റെ പേരെടുത്ത് ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്ന ഹല്ലേലൂയ ആ ദേവൻ്റെയോ ഹല്ലേലൂയ ആ പേരെടുത്ത് നമ്മൾ വിളിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ആ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഒരു ദൈവവും ഭക്തനും എന്നുള്ള മാർഗത്തിലല്ല ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ഹല്ലേലൂയ നാം ആയിരിക്കേണ്ടതെന്നുള്ളതാണ് ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരായിരിക്കാം എന്നെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് ഹല്ലേലൂയ ഒരു ബന്ധമില്ലാതായിരിക്കാം ഹല്ലേലൂയ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ നിങ്ങൾ ഏത് മാർഗത്തിനകത്തായിക്കോട്ടെ ഹല്ലേലൂയ അവിടെ ഒക്കെയും ഹല്ലേലൂയ പിതാവേ എന്ന് ഹല്ലേലൂയ വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ അടുത്തേക്ക് വരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ദൈവിക സ്നേഹത്തോട്ട് നിങ്ങൾ അടുത്തു വന്നാട്ടെ. ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആമേൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോഴും വാസ്തവത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്നതിലുപരി ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാനൊരു വിശ്വാസി സമൂഹത്തോട് മാത്രമല്ല ഇവിടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ആ ദൈവികമായ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലേക്ക് ഉപരിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ദൈവവുമായിട്ട് സംസാരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷനാണ്. ഹല്ലേലൂയ. നമ്മൾ മാത്രം ദൈവത്തോട് സംസാരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുക. ഹല്ലേലൂയ. ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് നമ്മൾ യാചിച്ചതിന് ശേഷം ഹല്ലേലൂയ നമ്മൾ തിരികെ മടങ്ങിപ്പോവുക. ഹല്ലേലൂയ. ഈ ഒരു നിലവാരത്തിനകത്തല്ല ഹല്ലേലൂയ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ പ്രതികരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ സംസാരിച്ചാൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പ്രതികരിക്കുമ്പോഴും ഹല്ലേലൂയ നമ്മൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഹല്ലേലൂയ നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി റിയാക്ട് ചെയ്യുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കർത്താവിൻ്റെ കരം നീട്ടുന്ന ഒരു ദൈവമാണ് ഹല്ലേലൂയ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതൊരു ഗോത്രമായിട്ടോ ഹല്ലേലൂയ ഒരു പ്രത്യേകമായ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ മാനവരാശിയോട് ഹല്ലേലൂയ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ദൈവികമായ സത്യമാണ് ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ പ്രസംഗിക്കുമ്പോഴും അവൻ ഉപദേശിക്കുമ്പോഴൊക്കെ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആത്മാവാകുന്നു. അപ്പം ദൈവം ആത്മാവാകുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ആത്മീക തലങ്ങളിൽ നിന്നുകൊണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടേതായ ഭൗതികമായ വഴികളുണ്ട്. ഹല്ലേലൂയ. ഭൗതികമായ നിർദ്ദേശങ്ങളുണ്ട്, ഭൗതികമായ ഉപദേശങ്ങളുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹല്ലേലൂയ ആത്മീക ഉപദേശമുണ്ട്, ആത്മീകമായ വഴികളുണ്ട്, ആത്മീകമായ ഗൈഡൻസ് ഉണ്ട്. ദൈവം ആത്മാവായതിനാൽ ഹല്ലേലൂയ ആത്മീകമായ നിലവാരത്തിലാണ്, ആത്മീകമായ ഹല്ലേലൂയ ആ തോതിലാണ് ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ രണ്ട് സിസ്റ്റം ഹല്ലേലൂയ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ഭൗതിക മേഖലയ്ക്കകത്തും ഹല്ലേലൂയ രണ്ട് സ്പിരിച്വൽ മേഖലയ്ക്കകത്തും. പലപ്പോഴും ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് നമ്മുടേതായിട്ടുണ്ടായിരിക്കുന്ന ഇഷ്ടത്തിനകത്തും നമ്മുടേതായിട്ടുണ്ടായിരിക്കുന്ന ആഗ്രഹത്തിനകത്തും നമ്മുടേതായിട്ടുണ്ടായിരിക്കുന്ന ലക്ഷ്യത്തിനകത്തൊക്കെ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാം.
നമ്മുടേതായിട്ടുണ്ടായിരിക്കുന്ന വഴികൾ, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ചൊല്ലിത്തന്നിരിക്കുന്ന വഴികൾ, അവർ കാണിച്ചു തന്നിരിക്കുന്ന റൂട്ടുകൾ, ഹല്ലേലൂയ, ഇതിലൊക്കെയും ഹല്ലേലൂയ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ഹല്ലേലൂയ, ദൈവത്താൽ ഫലം കായ്ക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം ഹല്ലേലൂയ ആ ദൈവിക പദ്ധതി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം, ഹല്ലേലൂയ, ദൈവത്താൽ സകലതും സാധ്യമാകണമെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ആ ഒരു നിലവാരത്തിനകത്ത് നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ കൊണ്ടുപോകുന്ന വഴി ഹല്ലേലൂയ മറ്റ് ഭൗതികമായ വഴികളിലൂടെ അല്ല. ഹല്ലേലൂയ, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതാണ്, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവൻ കാറ്റുപോലെയാണ്. ഹല്ലേലൂയ, അവൻ എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നെന്നോ അറിയത്തില്ല. ഹല്ലേലൂയ, കാരണം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് നിരൂപിക്കുവാൻ കഴിയാത്ത വഴിയിലൂടെയാണ്, ട്രാക്കിലൂടെയാണ് ദൈവം തൻ്റെ ഭക്തനെയല്ല, ദൈവം തൻ്റെ മക്കളെ നടത്തുന്നത്. അവൻ ഫലം കായ്ക്കുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ അറിയാത്ത ഹല്ലേലൂയ ഒരു വ്യക്തിയെ നടത്തുന്നത് പോലെയല്ല. ഹല്ലേലൂയ, അവനിൽ ആശ്രയിക്കുന്നവൻ്റെ വഴികളും, ഹല്ലേലൂയ, അവനിൽ ആശ്രയിക്കുന്നവൻ്റെ ദൈവിക പദ്ധതികളും, അവനിൽ വെളിപ്പെടുന്ന ദൈവിക ഫലങ്ങളും, ഹല്ലേലൂയ, ഒരു ഭൗതിക തലത്തിനകത്ത്, ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്കകത്ത് ഉതകാത്ത നിലവാരത്തിലാണ് ദൈവം തൻ്റെ മക്കൾക്ക് വെച്ചിരിക്കുന്ന ദൈവിക ഫലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, എത്ര പേർക്ക് ഈ വചനത്തിനകത്ത് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിച്ചിട്ട്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട്, ഹല്ലേലൂയ, ദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മറ്റ് മാനുഷികമായിട്ടുണ്ടായിരിക്കുന്ന ഒരു റൂട്ടിനകത്തും, ഹല്ലേലൂയ, മറ്റു വഴികൾക്കകത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വഴികളിലേക്ക് പോകാൻ, ദൈവിക അനുഗ്രഹത്തിലേക്ക് പോകുവാൻ, ഹല്ലേലൂയ, ബൈപ്പാസ് നമുക്കില്ല. ഹല്ലേലൂയ, കാരണം അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തോട് നിങ്ങൾ യാചിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് ഹല്ലേലൂയ പോകേണ്ടുന്ന വഴി ഞാൻ നിങ്ങളെ കാണിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ വഴിക്കകത്തേക്ക് ഹല്ലേലൂയ നിങ്ങൾ മൂവ് ചെയ്യുക. ഹല്ലേലൂയ, ആ വഴിയിലേക്ക് നിങ്ങൾ നടക്കുക, ആ വഴി നിങ്ങൾ കണ്ടെത്തുക. ഹല്ലേലൂയ, ആ വഴിയിലൂടെ നടന്നുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വരമായ ഹല്ലേലൂയ ദൈവിക ഫലത്തിനകത്തേക്ക് ഹല്ലേലൂയ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ പറയട്ടെ, നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കുന്നവനാണ് കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രതികരിക്കുന്നൊരു ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ദൈവം ഭക്തനോട് സംസാരിക്കുന്നത് പോലെയല്ല, ദൈവം തൻ്റെ മക്കളോട് ചേർത്ത് നിർത്തുന്നത് പോലെ, ഹല്ലേലൂയ, തൻ്റെ മക്കളെ കരുതുന്നത്, ഹല്ലേലൂയ, ആ സ്വർഗീയമായ ഒരു പിതാവ് നമുക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, പോകേണ്ടുന്ന വഴി ദൈവം നമ്മളെ കാണിക്കും. ഹല്ലേലൂയ, ആ വഴി കണ്ടെത്തുക. ഹല്ലേലൂയ, അത് മാനുഷികമല്ല, ഹല്ലേലൂയ, അത് ദൈവികമാണ്. ഹല്ലേലൂയ, അത് ഭൗതികമല്ല, അത് ആത്മീകമാണ്. ഹല്ലേലൂയ, ആ വഴി നിങ്ങൾ കണ്ടെത്തുക. ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് അരുളി ചെയ്തു എന്നുള്ളതല്ല. ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് എന്ത് അരുളി ചെയ്തു, ഹല്ലേലൂയ, ദൈവം എന്ത് നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാനൊരു ഹല്ലേലൂയ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നാത്ത ഹല്ലേലൂയ ഒരു ഊമ വിഗ്രഹത്തെ അല്ല ഹല്ലേലൂയ ഞാൻ സേവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ, മരണത്തെ പോലും ഹല്ലേലൂയ ജീവനോടെ പുറത്തു വന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനുഷ്യൻ കൺകുളിർക്കെ കാണത്തക്ക നിലവാരത്തിൽ ഹല്ലേലൂയ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും.
അവൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. കാലഘട്ടത്തെ രണ്ടാക്കി AD-യും BC-യും എന്ന് ലോക ചരിത്രത്തെ വിഭജിച്ചുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെയും ഹല്ലേലൂയ ചരിത്രമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ ഏത് വിഷയത്തിനകത്തു നിന്നും മറികടക്കുവാൻ, ഹല്ലേലൂയ അവൻ മരണത്തെ മറികടന്നുവെങ്കിൽ, ഹല്ലേലൂയ മനുഷ്യന്റെ മനസ്സാക്ഷിക്ക് അപ്പുറം ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചുവെങ്കിൽ, ഹല്ലേലൂയ നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും ഹല്ലേലൂയ മറികടക്കുവാൻ, ഹല്ലേലൂയ ഏത് വിഷയത്തിനകത്തു നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ പ്രവർത്തിക്കുന്ന ദൈവം, ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം, ഹല്ലേലൂയ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ സംസാരിക്കുന്ന ദൈവമാണ്, ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരം നീട്ടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിച്ചാട്ടെ, നിങ്ങൾ ദൈവവുമായിട്ട് ഹല്ലേലൂയ ഇടപെട്ടാട്ടെ. ഹല്ലേലൂയ ഭക്തനും ദൈവവുമായിട്ടല്ല, ഹല്ലേലൂയ മക്കളും അപ്പനുമായിട്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ പിതാവേ, ഹല്ലേലൂയ സ്വർഗസ്ഥനായ പിതാവേ, ആ പിതാവേ എന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഞാൻ ഇന്ന ചർച്ചിൽ പോകാറുണ്ട്, ഹല്ലേലൂയ മറ്റ് ചർച്ചുകളിൽ പോകാറുണ്ട്, ഹല്ലേലൂയ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം അല്ല, ഹല്ലേലൂയ നിങ്ങൾ ഏത് പൊസിഷനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, എന്ത് വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നല്ല, ഏത് വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഞാനൊരു ഭക്തനായിട്ടാണോ നിൽക്കുന്നത്, അതോ ഞാനൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത്, ഹല്ലേലൂയ അതോ ഞാനൊരു ദൈവിക വിശ്വാസത്തിലാണോ നിൽക്കുന്നത്, ഹല്ലേലൂയ അതോ ഞാനൊരു ദൈവ മക്കളെന്നുള്ള ഹല്ലേലൂയ ഉറപ്പിനാണോ ഹല്ലേലൂയ ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഏത് പൊസിഷനാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഹല്ലേലൂയ യാഥാർത്ഥ്യം ഹല്ലേലൂയ നാം തിരിച്ചറിയുക. ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ നിയമമല്ല, പ്രമാണമല്ല, ഭക്തനല്ല, നിങ്ങൾ മക്കളാണ്. നിങ്ങൾ മക്കളെങ്കിലോ നിങ്ങൾ അവകാശിയുമാണ്. ഹല്ലേലൂയ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? ഹല്ലേലൂയ ഇന്ന് പലരും നിൽക്കുന്നത് ഹല്ലേലൂയ ഭക്തിയുടെ പോയിന്റിലാണ്. ഹല്ലേലൂയ പലരും നമ്മൾ നിൽക്കുന്നത് ഹല്ലേലൂയ നിയമത്തിൻ്റെ പോയിന്റിലാണ്. ഹല്ലേലൂയ പലരും ഇന്ന് നിൽക്കുന്നത് മക്കൾ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ ഞാനും നിങ്ങളും നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നാം ദൈവത്തോട് സംസാരിച്ചാട്ടെ. നിശ്ചയമായും ദൈവമല്ല ദൈവ പിതാവ് നിങ്ങൾക്ക് മറുപടി തരും. ഹല്ലേലൂയ ഈ പ്രാർത്ഥന ഹല്ലേലൂയ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയും മെസ്സേജും കേട്ടതിനെ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.